ഭാരതത്തിന് പുറത്തെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിലൊന്ന് ഇന്ന് ഭക്തർക്കായി സമർപ്പിക്കും. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ക്ഷേത്രം വിശ്വാസികൾക്കായി സമർപ്പിക്കുക. പൂർണ്ണമായും ശിലകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രം ഒരു അത്ഭുത നിർമ്മിതിയാണ്. ഷിൻ സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ലക്ഷക്കണക്കിന് പ്രവാസികളുടെ സ്വപ്നവും പ്രാർത്ഥനയും ഇന്ന് സഫലമാവുകയാണ്. മധ്യപൂർവ്വദേശത്തെ ഏറ്റവും വലിയ ക്ഷേത്രം ഭക്തർക്കായി സമർപ്പിക്കുന്നു. ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയാണ് സമർപ്പണ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ദുബായ് അബുദാബി ഹൈവേയിൽ അബു മുറൈഗയിൽ 27 ഏക്കർ സ്ഥലത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മധ്യപൂർവ്വദേശത്തെ മാത്രമല്ല, ഭാരതത്തിന് വെളിയിലെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് BAPS ഹിന്ദു മന്ദിർ. രാവിലെ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങും വൈകിട്ട് സമർപ്പണ ചടങ്ങുമായിരിക്കും. സമർപ്പണ ചടങ്ങിലാണ് നരേന്ദ്രമോദി പങ്കെടുക്കുന്നത്. നിരവധി പ്രത്യേകതകളോടെയാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. പൂർണ്ണമായ ശിലകൾ കൊണ്ട് ഭാരതത്തിന്റെ പാരമ്പര്യ ക്ഷേത്രം പോലെയാണ് നിർമ്മാണം. ഗുജറാത്തിലെ രാജസ്ഥാനിലെ തൊഴിലാളികൾ 2000ഓളം തൊഴിലാളികളുടെ ശ്രമഫലമായി വർഷങ്ങൾ നീണ്ട ശ്രമഫലമാണ് ഈ ക്ഷേത്രം. ക്ഷേത്രശിലകൾ ഇന്ത്യയിൽ കൊത്തി അബുദാബിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ക്ഷേത്രത്തിന്റെ കൂട്ടിയോജിപ്പിക്കൽ മാത്രമാണ് അബുദാബിയിൽ നടന്നിട്ടുള്ളത്. ഭാരതത്തിന്റെ 3 പുണ്യനദികളുടെ സംഗമ സ്ഥാനത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഗംഗ, യമുന, സരസ്വതി എന്നീ നദികളാണ് ഇവിടെ പ്രതീകാത്മകമായി പുനഃസൃഷ്ടിച്ചിട്ടുള്ളത്. ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം അയ്യപ്പനും ശ്രീരാമനും ശ്രീകൃഷ്ണനുമെല്ലാം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകളാണ്. മൊത്തം 7 പ്രതിഷ്ഠകളാണ് ക്ഷേത്രത്തിലുള്ളത്. ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയും UAE ഭരണാധികാരികളുമായുള്ള ഊഷ്മള ബന്ധമായിരുന്നു ക്ഷേത്ര നിർമ്മാണത്തിന് പിന്നിൽ. 2015 നരേന്ദ്രമോദിയുടെ ആദ്യ UAE സന്ദർശനത്തിന് ശേഷമാണ് ക്ഷേത്രത്തിന് സ്ഥലം അനുവദിക്കുന്നത്. ക്ഷേത്രത്തിന്റെ ഭൂമി പൂജാ ചടങ്ങിലും ശിലാസ്ഥാപന ചടങ്ങിലും നരേന്ദ്രമോദി പങ്കെടുത്തിരുന്നു. ക്ഷേത്രം ഇന്ന് ഭക്തർക്കായി സമർപ്പിക്കുമെങ്കിലും ഫെബ്രുവരി 18 മുതലാണ് ഭക്തരെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിച്ചു തുടങ്ങുക. അതും നേരത്തെ രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം അനുവദിക്കുക. മാർച്ച് 1 മുതലാണ് UAE-യിലുള്ള ഭക്തർക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനാവുക. അങ്ങനെ ലക്ഷക്കണക്കിന് പ്രവാസികളുടെ സ്വപ്നം സഫലമായിരിക്കുകയാണ്. അബു മുറൈഗയിലെ BAPS ഹിന്ദു മന്ദിറിൽ നിന്ന് രഞ്ജിത്ത് പുലാശ്ശേരിക്കൊപ്പം ഷിൻ സെബാസ്റ്റ്യൻ, ജനം.